നമുക്ക് അറബിക് ഡിഷായ ഒരു മദ്ഹൂത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? എന്നും ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആയിട്ട് നമുക്കൊരു മടുപ്പാവും അല്ലേ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, ഇനി അറിയാത്തവർ എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇനി അറിയുന്നവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഈസിയാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഞാനിതൊരു 4 കപ്പ് അരിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ പിന്നെ അതിലേക്കുള്ള ഒരു 1.5 കിലോ ചിക്കനും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ അതിനുള്ള. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം. അത് അധികമൊന്നും ചേർക്കുന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതായത് ഇതിൽ കാണുന്ന സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ജീരകം, അതുപോലെ കുരുമുളകൊക്കെ ഓരോ ടീസ്പൂൺ എടുത്തു. പിന്നെ ഒരു 6-7 ഏലക്ക, അതുപോലെ തന്നെ 6-7 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ 3-4 കഷ്ണം പട്ടയുടെ കഷ്ണവും പിന്നെ ബേ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 4 മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴണ്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുള്ളത്. ആ തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുറിച്ചിടുന്നേക്കായി നന്നാവും കേട്ടോ അതെടുക്കുന്നുണ്ട്. പിന്നെ അത് മുറിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലാവരുത്, 1 ടീസ്പൂൺ, രണ്ടും കൂടെ 1 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ ഇത്ര ഞാൻ ഇതിലേക്കുള്ള ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അല്ലാതെ കൂടുതൽ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കാരണമാണ്. പിന്നെ നമ്മൾ അടിച്ചു വെച്ച തക്കാളിയും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമ്മളൊന്ന് വേവിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 1.5 അടുത്തുള്ള ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചിക്കന് നമ്മൾ കഴുകി വെള്ളമില്ലാതെ ഒന്ന് വാർത്ത് വെക്കുക കേട്ടോ ഈ സമയത്ത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഒരു അറബിക് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ മാഗി ക്യൂബ് ഒരു 3 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3 എണ്ണം ഞാൻ എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ഇടുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ അറബിക് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഇല്ലെങ്കിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ അറബിക് മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മസാല മാത്രമേ നമ്മൾ ഈ ചോറിലേക്കുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ഒരു പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം കേട്ടോ, ഞാൻ വീഡിയോ ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ട് അതൊന്ന് പീസാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊട്ടാറ്റോ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാനതിലേക്ക് ഒരു വലിയ പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചിക്കൻ്റെ കൂടെ തന്നെ വേവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അത് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നോക്കിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. എന്നിട്ട് അത് വേവുന്നവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വേവിക്കുക കേട്ടോ. അത് വെന്തതിന് ശേഷം ഇതിലേക്ക് 2 ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കവും പിന്നെ ഒരു ക്യാരറ്റുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി സ്ലൈസ് ആക്കൊന്നും വേണ്ട, അതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കഴുകി വെച്ച നമ്മുടെ അരിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ റൈസൊക്കെ കുറച്ച് ബലമായി പോവും.
അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നോക്കുക, നമ്മുടെ മസാലയ്ക്കുള്ള ഉപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചോറിൽക്കും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് തിളക്കുന്നവരെ മൂടി വെക്കുക. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇട്ട് എടുക്കുകയുള്ളൂ ഈ റൈസ് വെന്ത് വരാൻ. ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതെ നോക്കിയാൽ മതി. നമ്മൾ കൂടുതൽ ഓയിലൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത കാരണം ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മളെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കട്ടായി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് ഒന്ന് നന്നായി വെന്ത് ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല വെറുങ്ങനെ കിടക്കുന്ന രീതിയിലാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിടക്കുന്ന റൈസായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബിരിയാണിയുടെ ഒന്നും പണിയില്ല, ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ ഷെയർ ആക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ.